കുട്ടിയുടെ മരണത്തിൽ പോലീസിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ഒരു വിഐപിയുടെ മകൾ ആയിരുന്നെങ്കിൽ പോലീസ് അന്വേഷണം വൈകിപ്പിക്കുമായിരുന്നോ എന്ന് കോടതി ചോദിച്ചു. കേസ് ഡയറിയുമായി നാളെ ഹൈക്കോടതിയിൽ ഹാജരാകാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയ ചേരുന്നു. ഷബ്ന, കാസർഗോട്ടെ കുട്ടിയെ കാണാതായിട്ട് ഏതാണ്ട് ഒരു മാസം തികയാറാകുന്നുണ്ടായിരുന്നു. 26 ദിവസം ആകുന്നുണ്ടായിരുന്നു കുട്ടിയെ കാണാതായിട്ട്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? ഈ വിഷയത്തിൽ എന്തൊക്കെ പരാമർശങ്ങളാണ് ഹൈക്കോടതി ഈ കേസിൽ നടത്തിയിരിക്കുന്നത്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ 21 ദിവസങ്ങൾക്ക് ശേഷം ഈ കുട്ടിയെ മരിച്ചതായി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ മാസം 11-ാം തീയതിയാണ് ഈ കുട്ടിയെ 15-കാരി കുട്ടിയെ കാണാതായത്. പിന്നീട് ഒരു ഓട്ടോ ഡ്രൈവർ 42-കാരനായ ഒരു ഓട്ടോ ഡ്രൈവറെയും ഈ കുട്ടിയെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതിനിടെ ഈ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കുട്ടിയെ കണ്ടെത്താൻ പോലീസ് കൃത്യമായൊരു അന്വേഷണം നടത്തുന്നില്ല. മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പോലീസ് അതിൽ കാര്യക്ഷമമായ ഒരു അന്വേഷണം നടത്തിയില്ല. ഈ കുട്ടിയെ കണ്ടെത്താനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന രീതിയിലുള്ള പരാതിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി ഇന്ന് ഈ കേസ് പരിഗണിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഒരു നിർധനരായ അല്ലെങ്കിൽ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയെയാണ് കാണാതായിട്ടുള്ളത്. അതുകൊണ്ടാണോ പോലീസ് ഇത്തരത്തിലുള്ള അലംഭാവം അന്വേഷണത്തിൽ കാണിച്ചത്? ആ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു. ഒരു വിഐപിയുടെ മകളെയാണ് കാണാതായിരുന്നെങ്കിൽ ഇത്തരത്തിലായിരുന്നോ പോലീസ് ഇടപെടുക? പോലീസ് അതിൽ കൃത്യമായ അന്വേഷണം നടത്തില്ലേ? ഈ രീതിയിലുള്ള വിവേചനം എന്താണ് എന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ചോദിച്ചത്. അതോടൊപ്പം തന്നെ കാസർഗോഡ് കുമ്പള പോലീസാണ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥരോട് നാളെ നേരിട്ട് കേസ് ഡയറിയുമായി കോടതിയിൽ എത്തണം എന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ കുട്ടിയെ കാണാതായ ഉടൻ തന്നെ മാതാപിതാക്കൾ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയിരുന്നു. എന്നാൽ അതിനുശേഷവും ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നാണ് മാതാപിതാക്കൾ തന്നെ ആരോപിക്കുന്നത്. തുടർന്നാണ് കോടതി ഇത്തരത്തിൽ ഇടപെട്ട് രൂക്ഷമായ ഭാഷയിൽ പോലീസിനെ വിമർശിക്കുകയും നാളെ ഈ ഉദ്യോഗസ്ഥനോട് നേരിട്ട് കോടതിയിലെത്തി വിശദീകരണം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഷബ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. കാസർകോട്ടെ കേസിൽ പോലീസിനെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി.